ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ 4. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ, ലെങ്ത്തൊന്നുമില്ല, ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ആക്കാത്ത ആൾ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നോമ്പ് തുറക്കുള്ള കുറേ ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെറിയൊരു ബിരിയാണി, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി, മട്ടൻ ബിരിയാണി. അപ്പോൾ മട്ടൻ ബിരിയാണി ദം ബിരിയാണി ഉണ്ടാക്കിയ മിക്സ് ആക്കിയിട്ടില്ല. അത് കുക്കറിലിട്ടിട്ട് ഒന്ന് മട്ടൻ വേവിച്ചിട്ടെടുത്തിട്ട് സെപ്പറേറ്റ് മസാല ആക്കി. പിന്നെ നെയ്ച്ചോറ് കുക്കറിലുണ്ടാക്കി, പിന്നെ വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് പകുതി ചോറും പിന്നെ നമ്മൾ മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി ചോറ് ഇട്ടിട്ട് ഒന്ന് ദമ്മാക്കിയിട്ട് എടുത്തിട്ട് മട്ടൻ ബിരിയാണിയായി. പിന്നെ കടിക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഉരുളക്കിഴങ്ങും ചിക്കൻ്റെ എല്ലില്ലാത്ത പീസെല്ലാം ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുത്ത്, പിന്നെ ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് സ്മാഷ് ആക്കിയിട്ടെടുത്ത് ചിക്കൻ പീസിനെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പൊടിച്ചിട്ടെടുത്ത്, പിന്നെ ഇത് രണ്ടും ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ഉള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് നല്ല മിക്സാക്കി കൊടുക്കുക. നല്ല കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കിയിട്ട് ഉരുളക്കിഴങ്ങെല്ലാം നല്ലോണം പൊടിച്ചെടുക്കുക. നല്ല മിക്സാക്കിയിട്ട് പിന്നെ നമ്മളെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഈ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് തട്ടിച്ചെടുക്കുക. നല്ലോണം തിന്നാക്കണ്ട, നല്ല തിക്കായിട്ടൊന്ന് നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ടെടുക്കാം. പിന്നെ നമുക്ക് ഒരു മുട്ട ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ കട്ട്ലറ്റിനെ ഒന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കാം. ബ്രെഡ് ക്രംസ് നമുക്ക് ഒരു 2-3 ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഇട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടാക്കിയിട്ട് ഓയിലിട്ട് ഫ്രൈ ആക്കുക. നല്ലോണം മുക്കി പൊരിക്കണമെന്നില്ല, സാധാരണ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലൊന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്താലായി. അങ്ങനെ എൻ്റെ ഇന്നത്തെ കടി എന്ന് പറയുന്നത് കട്ട്ലറ്റ് മാത്രം, വേറെ ഒന്നുമില്ല, ഒന്നേ ആക്കിയിട്ടുള്ളൂ. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നെല്ലാം കിട്ടിയിട്ടുണ്ടായി. പിന്നെ കുടിക്കാൻ ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കി മാമൂല്, പിന്നെ 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 പച്ചവെള്ളക്കായ കൊണ്ട് കുറച്ച് പാലും, പിന്നെ ഒരു 4-5 ബദാമും 2 ഈത്തപ്പഴം ഇട്ടിട്ടൊന്ന് അടിച്ചിട്ട് ഒന്ന് കുടിക്കാനെടുത്ത് വെച്ച്, പിന്നെ ബത്തക്ക ഇതന്നെ സാധാരണ ജ്യൂസും പള്ളിയിലെ കഞ്ഞി. ഇതൊക്കെ എൻ്റെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള സാധനം. കുറേ ഒന്നുമില്ല, സ്പെഷ്യലൊന്നുമില്ല, ഇത്ര സിമ്പിളായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളത്തെ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക.